ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദ സി എ അനലിസ്റ്റിന്റെ മറ്റൊരു യൂട്യൂബ് കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ജൂൺ മാസത്തെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മൾ മെയ് വരെ ഓൾറെഡി അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ പേര് ദ സി എ അനലിസ്റ്റ് എന്ന് തന്നെയാണ്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ആകാത്തവർ എന്ത് ചെയ്യുക, അതിനകത്ത് ജോയിൻ ചെയ്യുക. കാരണം അതിനകത്തായിരിക്കും നമ്മുടെ നോട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ ഇടുന്ന, പോൾ എക്സാം ഒക്കെ ഇടുന്നത് അതിനകത്തായിരിക്കും. അപ്പം നമുക്ക് സമയം കളയണ്ട, സ്റ്റാർട്ട് ചെയ്യാം. ആദ്യ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 2026 ജൂൺ മാസത്തെ ആദ്യ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നിയന്ത്രിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് അഥവാ നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ മനുഷ്യനെ സംരക്ഷിക്കുക എന്ന പേരിൽ ഒരു ചാക്രിക ലേഖനം എഴുതിയത് ആര് എന്നാണ് ചോദ്യം. അത് മറ്റാരുമല്ല, നമ്മുടെ പുതിയ മാർപ്പാപ്പയായിട്ടുള്ള ലിയോ 14 മാർപ്പാപ്പയാണ്. അപ്പൊ ലിയോ മാർപ്പാപ്പയാണ് AI കുറിച്ച് ഒരു ലേഖനം തയ്യാറാക്കുന്നത്. അദ്ദേഹം പോപ്പായ ശേഷം അദ്ദേഹം ഇറക്കുന്ന ആദ്യ ലേഖനം എന്ന പ്രത്യേകത കൂടി അതിനുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് അഥവാ നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ മനുഷ്യനെ സംരക്ഷിക്കുക എന്ന പേരിൽ ഒരു ചാക്രിക ലേഖനം തയ്യാറാക്കിയത് ലിയോ 14 മാർപ്പാപ്പയാണെന്ന കാര്യം ഓർക്കുക. ഇനി ലിയോ മാർപ്പാപ്പ, ഈ കാണുന്ന മനുഷ്യനാണ് നമ്മുടെ ലിയോ 14 മാർപ്പാപ്പ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ നോട്ട് ചെയ്ത് വെക്കണം. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര്, അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അത് കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവസ്റ്റ് എന്നാണ് അല്ലെ. അപ്പൊ ലിയോ 14 ശരിക്കുള്ള പേരെന്ത്, യഥാർത്ഥ പേരെന്ത് എന്ന് ചോദിച്ചപ്പോൾ എന്താണ്? കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവസ്റ്റ് എന്നാണ് ശരിക്കും അദ്ദേഹത്തിന്റെ പേര്. ഇനി അദ്ദേഹം എത്രാമത്തെ മാർപ്പാപ്പയാണ്, പോപ്പാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 267 മാർപ്പാപ്പ. ആഗോള കത്തോലിക്ക സഭയുടെ ആഗോള കത്തോലിക്ക സഭയുടെ എത്രാമത്തെ മാർപ്പാപ്പയാണ് അദ്ദേഹം എന്ന് ചോദിച്ചപ്പോൾ എത്രാമത്തെയാ? 267 മാർപ്പാപ്പ. അപ്പൊ ആഗോള കത്തോലിക്ക സഭയുടെ എത്രാമത്തെ മാർപ്പാപ്പയാണ് ലിയോ 14 എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ 267 മാർപ്പാപ്പയാണ്. ഇനി അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ US നിന്നുള്ള ആദ്യ മാർപ്പാപ്പ കൂടിയാണ് അദ്ദേഹം. അപ്പൊ അമേരിക്കയിൽ നിന്നുള്ള US നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാണ് ലിയോ 14 മാർപ്പാപ്പ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് 2 സ്ഥലത്ത് ഇരട്ട പൗരത്വമുണ്ട്. അമേരിക്കയിലും പൗരത്വമുണ്ട്, അതുപോലെ തന്നെ പെറുവിലും അദ്ദേഹത്തിന് പൗരത്വമുണ്ട്. അപ്പൊ US അതുപോലെ തന്നെ പെറുവിലും അദ്ദേഹത്തിന് പൗരത്വമുണ്ട് എന്ന കാര്യം ഓർക്കുക. ഇനി പഴയ മാർപ്പാപ്പയായിരുന്ന പോപ്പ് ഫ്രാൻസിസ് എന്നാണ് മരണപ്പെട്ടത്. പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ മരണപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ അത് 2025 ഏപ്രിൽ മാസം 21 ഇതേ 2025 2 മാസം കഴിഞ്ഞ് ജൂലൈ മാസം, മെയ് ജൂൺ ജൂലൈ 3 മാസം 3 മാസം കഴിഞ്ഞ് ജൂലൈ മാസം 21 നമ്മുടെ VS അച്യുതാനന്ദൻ മരണപ്പെടുന്നത് അപ്പൊ 2025 ജൂലൈ 21 VS അതിനും 3 മാസം മുൻപ് ഏപ്രിൽ മാസം 21 പോപ്പ് ഫ്രാൻസിസും മരണപ്പെടുന്നു എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർക്കുക. ഇനി ആ പോപ്പ് ഫ്രാൻസിസിന്റെ സ്വദേശം എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ അത് അർജന്റീനയാണെന്ന കാര്യം കൂടി എന്ത് ചെയ്യുക, അവിടെ ഓർത്തു വെച്ചേക്കാം. അപ്പൊ ആഗോള കത്തോലിക്ക സഭയുടെ 267 മാർപ്പാപ്പയാണ് ലിയോ 14 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നിങ്ങൾ ഓർക്കുക, അപ്പൊ അദ്ദേഹമാണ് ഈ ചാക്രിക ലേഖനം എന്ത് ചെയ്യുന്നത്, തയ്യാറാക്കുന്നത്. ഇനി 2026 ജൂണിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച വ്യോമ ഉപരിതല ആന്റി റേഡിയേഷൻ മിസൈൽ ഏത് എന്നാണ് ചോദ്യം. അതിന്റെ പേര് രുദ്രം 2 എന്നാണ്. അപ്പൊ 2026 ജൂൺ മാസം ഇന്ത്യ വളരെ വിജയകരമായി പരീക്ഷിച്ച ഒരു വ്യോമ ഉപരിതല ആന്റി റേഡിയേഷൻ മിസൈലിന്റെ പേരെന്ത് എന്ന് ചോദിച്ച പേര്, അതിന്റെ പേര് രുദ്രം 2 എന്നാണ്. അതിന്റെ പേര് രുദ്രം 2 എന്നാണെന്ന കാര്യം ഓർക്കുക. അടുത്ത പോയിന്റിലേക്ക് വരാം. രാജ്യത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം ലഭിച്ചത് ഏത് ബ്ലോക്ക് പഞ്ചായത്തിനാണ്? അത് നമ്മുടെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്താണ്, ആലപ്പുഴ ജില്ലയിലാണ്. അപ്പൊ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം. നിങ്ങൾ വേറെ ഒന്നും പഠിക്കണ്ട, രാജ്യത്തെ ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം നേടിയത് ഏത് ബ്ലോക്ക് പഞ്ചായത്താണെന്ന് ചോദിച്ചപ്പോൾ അത് ഹരിപ്പാടാണ്. ഈ ഹരിപ്പാട് എന്ന് പറയുന്നത് നമ്മുടെ നിലവിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ നിയോജക മണ്ഡലം കൂടിയാണ് ഹരിപ്പാട് എന്ന കാര്യം ഓർക്കുക. അപ്പൊ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത്
ആലപ്പുഴ ജില്ലയിലാണെന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർക്കുക. അങ്ങനെയെങ്കിൽ ഒരു ഫിലിം അവാർഡാണ് പറയാനായിട്ട് പോകുന്നത്. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ അല്ലേ, ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് എന്നാണ് ചോദ്യം. അപ്പൊ ന്യൂയോർക്ക് ഇന്ത്യൻ ചലച്ചിത്രങ്ങളുടെ പ്രദർശനമാണ് ഈ ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവൽ നടക്കുക. ആ ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിക്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചപ്പോൾ അത് മീനാക്ഷി ജയനാണ്. സിനിമയുടെ പേര് വിക്ടോറിയ. അപ്പൊ വിക്ടോറിയ എന്ന് പറയുന്ന സിനിമയിലെ പെർഫോമൻസിന് മീനാക്ഷി ജയൻ ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി എന്ത് ചെയ്യാണ്, തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അപ്പൊ ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്, അത് മീനാക്ഷി ജയനാണ്. വിക്ടോറിയ എന്ന സിനിമയിലെ പെർഫോമൻസ് ഇതാണ് നമ്മുടെ മീനാക്ഷി ജയൻ. പുറകിൽ നോക്കിയ വിക്ടോറിയ എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ കാണാവുന്നത് ആണ്. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത പോയിന്റിലേക്ക് വരാം നമുക്ക്. നമ്മൾ ചെസ്സുമായി ബന്ധപ്പെട്ട ഒരു 3 പോയിന്റാണ് അവിടെ പറയാനായിട്ട് പോകുന്നത്. ഒന്ന് ഫിഡെ. ഈ ഫിഡെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FID, ഫിഡെ ചെസ്സിന്റെ അന്താരാഷ്ട്ര സംഘടനയാണ്. ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ ആണ് ഫിഡെ എന്ന് വിളിക്കുക. ആ ഫിഡെയുടെ വനിതാ കാൻഡിഡേറ്റ് ചെസ്സിൽ ജേതാവായി മാറിയത് ആര് എന്നാണ് ചോദ്യം. അപ്പൊ 2026 ഫിഡെ വനിതാ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ ജേതാവായി മാറിയത് R വൈശാലി. R വൈശാലി എന്ന് പറയുന്നത് നമ്മുടെ രമേശ് ബാബു പ്രജ്ഞാനന്ദ ഇല്ലേ, പ്രജ്ഞാനന്ദയുടെ പെങ്ങളാണ് ഈ പറയുന്ന R വൈശാലി. ഈ നേട്ടം കരസ്ഥമാക്കുന്ന ആദ്യ ഇന്ത്യൻ വനിത, ഫസ്റ്റ് ഇന്ത്യൻ വിമൻ ടു വിൻ ദി ഇവന്റ്. ഈ പറയുന്ന ഫിഡയുടെ വനിതാ കാൻഡിഡേറ്റ് ചെസ് ജേതാവായി മാറുന്ന ആദ്യ വനിത കൂടിയാണ് ഈ പറയപ്പെടുന്ന R വൈശാലി എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർക്കുക. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന പെങ്ങൾ ഇത് നേടിയപ്പോൾ ആങ്ങൾ എന്തെങ്കിലും നേടണ്ടേ, ആങ്ങളെ നേടി നോർവേ ചെസ്. 2026 നോർവേ ചെസ്സിൽ കിരീടം നേടുന്നു. 2026 നോർവേ ചെസ്സിൽ കിരീടം നേടിയത് ഈ പറയുന്ന R പ്രജ്ഞാനന്ദയാണിത്. അപ്പോൾ 2026 നോർവേ ചെസ്സിൽ കിരീടം നേടിയത് ആര് എന്ന് ചോദിച്ചു പറഞ്ഞമാരാണ്, അത് ഈ പറയുന്ന R പ്രജ്ഞാനന്ദയാണ്. അപ്പൊ 2026 നോർവേ ചെസ്സിൽ കിരീടം നേടുന്നു R പ്രജ്ഞാനന്ദ. അതും ചരിത്രമാണ്. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരൻ ഈ നേട്ടം കരസ്ഥമാക്കുന്നത്. അപ്പോ നോർവേ ചെസ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്, ഈ പറയുന്ന രമേശ് ബാബു പ്രജ്ഞാനന്ദൻ തന്നെയാണ്. അപ്പൊ നോർവേ ചെസ്സും ഫിഡെ വനിതാ കാൻഡിഡേറ്റ് ആങ്ങളെയും പെങ്ങളെയും കൂടെ അങ്ങ് നേടിയിട്ടുണ്ട്. അങ്ങനെ അടുത്ത പോയിന്റ് 2026 ഫിഡെ അന്താരാഷ്ട്ര ചെസ്സിന്റെ സംഘടനയായ ഫിഡയുടെ ഫ്രീ സ്റ്റൈൽ ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവായി മാറിയത് ആര് എന്നാണ് ചോദ്യം. അത് മാഗ്നസ് കാൾസൺ ആണ്. നോർവേയുടെ താരമാണ് മാഗ്നസ് കാൾസൺ. അപ്പൊ മാഗ്നസ് കാൾസൺ ആണ് 2026 ഫിഡെ അന്താരാഷ്ട്ര ചെസ്സിന്റെ സംഘടനയായ ഫിഡയുടെ ഫ്രീ സ്റ്റൈൽ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായി മാറുന്നു നോർവേയുടെ മാഗ്നസ് കാൾസൺ. അപ്പൊ 2026 ഫിഡെ ഫ്രീ സ്റ്റൈൽ ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവായി മാറിയത് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്, അത് മാഗ്നസ് കാൾസൺ, നോർവേയുടെ മാഗ്നസ് കാൾസൺ ആണെന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് വരാം. യെസ്, ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു ഫാക്ട് ആണ്. ഇന്ത്യൻ നമ്മുടെ വൈഭവ് സൂര്യവംശി, ദ വണ്ടർ കിഡ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ബാലൻ എന്നറിയപ്പെടുന്ന വണ്ടർ കിഡ് എന്നറിയപ്പെടുന്ന നമ്മുടെ വൈഭവ് സൂര്യവംശി ഇന്ത്യയുടെ സീനിയർ ക്രിക്കറ്റ് ടീമിൽ എന്താവുന്നു, അംഗമായി മാറുന്നു. അപ്പൊ ഇന്ത്യയുടെ സീനിയർ ക്രിക്കറ്റ് ടീമിൽ അംഗമായി മാറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡിന് അർഹനായത് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്, അത് വൈഭവ് സൂര്യവംശിയാണ്. പ്രായം 15 വയസ്സും 71 ദിവസമാണ് പ്രായമുള്ളപ്പോഴാണ് ടീമിലെത്തുന്നത്. അദ്ദേഹത്തിന്റെ അരങ്ങേറ്റ മാർക്കെതിരെ ഇംഗ്ലണ്ടിനെതിരെയാണ്. അദ്ദേഹത്തിന്റെ അരങ്ങേറ്റ മത്സരം ഈസ് അഗെയിൻസ്റ്റ് ഇംഗ്ലണ്ട്. അപ്പൊ ഇംഗ്ലണ്ടിനെതിരെയാണ് ചെക്കന്റെ അരങ്ങേറ്റ മത്സരം, ഇംഗ്ലണ്ടിനെതിരെയാണ്. അപ്പൊ ഇന്ത്യയുടെ സീനിയർ ക്രിക്കറ്റ് ടീമിൽ അംഗമായി മാറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഇതിനു മുൻപ് സച്ചിൻ ടെണ്ടുൽക്കർ ആയിരുന്നു. സച്ചിന്റെ ആ റെക്കോർഡിനെയാണ് ആര് ബ്രേക്ക് ചെയ്യുന്നത്, നമ്മുടെ വൈഭവ് സൂര്യവംശി എന്ത് ചെയ്യുന്നത്, ബ്രേക്ക് ചെയ്യുന്നത്. 15 വയസ്സും 71 ദിവസം പ്രായമുള്ളപ്പോഴാണ് വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടുന്നത്. അങ്ങനെയെങ്കിൽ ഫ്രഞ്ച് ഓപ്പണിലേക്ക് വരാം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ വനിതാ സിംഗിൾസ് ജേതാവായി മാറിയത് ആര്, പുരുഷ സിംഗിൾസ് ജേതാവായി മാറിയത് ആര് എന്നറിയണം. അപ്പൊ ഫ്രഞ്ച് ഓപ്പൺ നമുക്കറിയാം, 2026 ഫ്രഞ്ച് ഓപ്പണിലെ പുരുഷ വിഭാഗം ജേതാവാര്, വനിതാ വിഭാഗം ജേതാവാരെന്നാണ് ചോദ്യം.
വനിതാ വിഭാഗം ജേതാവ് മിറ ആൻഡ്രിവ. ഈ റഷ്യക്കാരിയാണ് മിറ എന്ന് വിളിക്കുക. അപ്പൊ റഷ്യക്കാരാണ് മിറ ആൻഡ് ഇനി പുരുഷന്മാരാണെങ്കിൽ അലക്സാണ്ടർ സ്വരേവ് ആണ്, ജർമ്മനിയാണ് സ്വദേശം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിക്കുക, മിറ ആൻഡ് അലക്സാണ്ടർ എന്ന് ഓർക്കുക. അപ്പൊ മിറ ആൻഡ് അലക്സാണ്ടർ എന്ന് ഓർക്കുക, മിറ ആൻഡ് അലക്സാണ്ടർ. അപ്പൊ ഫ്രഞ്ച് ഓപ്പൺ ആണ് 2026 ഫ്രഞ്ച് ഓപ്പൺ ആണ് പറയുന്നത് വനിതാ വിഭാഗം ജേതാവ് മിറ ആൻഡ്രിവയും പുരുഷ വിഭാഗം ജേതാവ് എന്നറിയപ്പെടുന്നത് അലക്സാണ്ടർ സ്വരേവുമാണ്. അപ്പൊ 2026 ഫ്രഞ്ച് ഓപ്പണിലെ വനിതാ സിംഗിൾ ജേതാവ് മിറ ആൻഡ്രിവ, പുരുഷ വിഭാഗം ജേതാവ് അലക്സാണ്ടർ സ്വരേവ്. അദ്ദേഹത്തിന്റെ സ്വദേശം ജർമ്മനിയാണെന്ന കാര്യം ഓർക്കുക. ഇതാണ് നമ്മുടെ അലക്സാണ്ടർ സ്വരേവ്, ഇതാണ് മിറ ആൻഡ്രിവ, റഷ്യക്കാരി എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത പോയിന്റിലേക്ക് വരാം നമുക്ക്. 2026 ജൂൺ മാസം 1 മുതൽ 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഏത് എന്നാണ് ചോദ്യം. അത് മലേഷ്യയാണ് കേട്ടോ. അപ്പൊ 2026 ജൂൺ മാസം 1 മുതൽ 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം അത് മലേഷ്യ. നിങ്ങൾ അവിടെ ഒരു പോയിന്റ് ഓർക്കേണ്ടത്, അങ്ങനെയെങ്കിൽ 13 വയസ്സിന് താഴെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം സോഷ്യൽ മീഡിയ നിരോധിച്ചു, വേറൊരു സംസ്ഥാനം 16 വയസ്സിന് താഴെ സോഷ്യൽ മീഡിയ ബാൻ ചെയ്തു. 13 വയസ്സിന് താഴെ ബാൻ ചെയ്തത് ആന്ധ്രാപ്രദേശും 16 വയസ്സിന് താഴെ അത് കർണാടകയുമാണെന്ന കാര്യം ഓർക്കുക. അപ്പൊ ഓർത്തു വെക്കാനായിട്ട്, എടാ ആന്ധ്രാപ്രദേശ് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോഴല്ലേ കർണാടക വരുന്നത്. ഇപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളം, തമിഴ്നാട്, തൊട്ടുമുകൾ കർണാടക, അതിന്റെ മുകളിലാണ് ആന്ധ്രാപ്രദേശ്. അപ്പൊ ആന്ധ്രാപ്രദേശ് 13, 14, 15. അപ്പം ഈ പറയുന്ന 13 കഴിഞ്ഞല്ലേ 16 വരിക സംഖ്യ. അപ്പൊ അങ്ങനെ ഓർക്കുക, 13 ആന്ധ്രാപ്രദേശും 16 കർണാടകയുമാണ്. കർണാടകയുടെ നിലവിലെ മുഖ്യമന്ത്രിയോട് ഓർത്തു വെച്ചേക്കുക, കർണാടക നിലവിലെ CM അത് DK ശിവകുമാറാണ്. DK ശിവകുമാറാണ് നിലവിൽ കർണാടകയുടെ ചീഫ് മിനിസ്റ്റർ, DK ശിവകുമാർ. അപ്പൊ 2026 ജൂൺ മാസം 1 മുതൽ 16 വയസ്സിന് താഴെയുള്ളവർക്ക്, അല്ലെ 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്, അത് മലേഷ്യയാണ്. അങ്ങനെയെങ്കിൽ അടുത്ത പോയിന്റ് ആരവല്ലി. ഈ ആരവല്ലി ഇഷ്യൂ കത്തി നിൽക്കുന്ന ഒരു സമയമുണ്ട്, അല്ലെ. അപ്പൊ ആരവല്ലി മലനിരകളുടെ കൃത്യമായ അതിരുകളും നിർവചനവും നിശ്ചയിക്കുന്നതിന് വേണ്ടി 2026 ജൂണിൽ സുപ്രീം കോടതി നിയമിച്ച ഉന്നതാധികാര വിദഗ്ധ സമിതിയുടെ അധ്യക്ഷയാര് എന്നാണ് ചോദ്യം. അത് കാഞ്ചൻ ദേവിയാണ്. അപ്പൊ നോക്കണടാ, ആരവല്ലി മലനിരകൾ, അല്ലെ, ആരവല്ലി മലനിരകളുടെ കൃത്യമായ അതിരുകളും അതുപോലെ തന്നെ നിർവചനവും നിശ്ചയിക്കുന്നതിന് വേണ്ടി 2026 ജൂൺ മാസം സുപ്രീം കോടതി ഒരു ഉന്നതാധികാര വിദഗ്ധ സമിതിയെ നിയമിക്കുന്നുണ്ട്. ആ ഉന്നതാധികാര വിദഗ്ധ സമിതിയുടെ അധ്യക്ഷയുടെ പേരാണ് കാഞ്ചൻ ദേവി എന്ന് പറയുന്നത്. അപ്പൊ ആരവല്ലി കാഞ്ചൻ ദേവി എന്ന് ഓർക്കാം. അപ്പൊ ആരവല്ലി മലനിരകളുടെ കൃത്യമായ അതിരുകളും നിർവചനവും നിശ്ചയിക്കുന്നതിന് വേണ്ടി 2026 ജൂൺ മാസം സുപ്രീം കോടതി നിയമിച്ച ഉന്നതാധികാര വിദഗ്ധ സമിതിയുടെ അധ്യക്ഷയാണ് കാഞ്ചൻ ദേവി. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റിലേക്ക് പോവാം. അങ്ങനെയെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, സുപ്രീം കോടതിയെ പറ്റി പറഞ്ഞപ്പോഴാണ്, നിലവിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? നിലവിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അഥവാ നിലവിൽ സുപ്രീം കോടതിയുടെ 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൂര്യകാന്താണ്. അദ്ദേഹത്തിന്റെ സ്വദേശം എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ എവിടെയാണ്? ഹരിയാനയാണ്. ജസ്റ്റിസ് സൂര്യകാന്തിന്റെ സ്വദേശം ഹരിയാനയാണെന്ന കാര്യം കൂടി അവിടെ ഓർക്കുക. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ 100ാമത് റാംസാർ സൈറ്റ് നിലവിൽ വരുന്നു. അങ്ങനെ റാംസാർ സൈറ്റിൽ സെഞ്ചുറി നമ്മൾ അടിക്കുകയാണ്. 100ാമത് റാംസാർ സൈറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് ജയപ്രകാശ് നാരായൺ ബേർഡ് സാങ്ച്വറി ആണ്. ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതമാണ്. അത് ഉത്തർപ്രദേശിലാണ് കേട്ടോ. ഉത്തർപ്രദേശിലാണ് ഈ പറയുന്ന ജയപ്രകാശ് നാരായൺ ബേർഡ് സാങ്ച്വറി, ഇന്ത്യ മഹാരാജ്യത്തെ 100ാമത് ബേർഡ് സാങ്ച്വറി. അപ്പൊ 99 കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്ക്. 93 ഷേഖാജീലാണ്. ഷേഖാജീൽ ബേർഡ് സാങ്ച്വറി, ഷേഖാജീൽ പക്ഷി സങ്കേതം, അതും ഉത്തർപ്രദേശിലാണ്. ഷേഖാജീൽ പക്ഷി സങ്കേതം എവിടെയാണ്? ഉത്തർപ്രദേശ്. അങ്ങനെ റാംസാർ സൈറ്റ് ജൂൺ മാസത്തെ കണക്ക് പ്രകാരം 100 ആയിട്ടുണ്ട്. അടുത്ത പോയിന്റിലേക്ക് വരാം. കേന്ദ്ര സർക്കാരിന്റെ വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാമിന് കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ അതിർത്തി ഗ്രാമമായി ചുമതലയേറ്റെടുത്തത് ഏത് എന്നാണ് ചോദ്യം. അത് ലഡാക്കിലെ ചുമുർ എന്ന് പറയുന്ന ഗ്രാമമാണ്. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം, അല്ലെ. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാമിന് കീഴിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മാതൃകാ ഗ്രാമം, അല്ലെ, മോഡൽ വില്ലേജ്, ഇന്ത്യയിലെ തന്നെ ആദ്യ മോഡൽ
അതിർത്തി ഗ്രാമം അല്ലെ, അതിർത്തി ഗ്രാമമായി ചുമതലയേറ്റെടുത്തത് ചുമുർ, ലഡാക്കിലെ ചുമുർ ആണ്. അപ്പൊ ലഡാക്കിലെ ചുമുർ എന്ന് പറയുന്ന ഗ്രാമമാണ് കേന്ദ്ര സർക്കാരിന്റെ വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാമിന് കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ അതിർത്തി ഗ്രാമമായി ചുമതലയേറ്റെടുത്തത് ലഡാക്കിലെ ചുമുർ എന്ന് പറയുന്ന ഗ്രാമമാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയൊരു നേട്ടം കരസ്ഥമാക്കിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി തുടർച്ചയായി പ്രധാനമന്ത്രി പദം വഹിക്കുന്നതിന്റെ റെക്കോർഡിന് അർഹനായത് ആര് എന്ന് ചോദിച്ചപ്പോൾ അത് നരേന്ദ്രമോദിയാണ്. അപ്പൊ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ഒരു വ്യക്തി, ഇന്ത്യ മഹാരാജ്യം ഏറ്റവും കൂടുതൽ കാലം ഭരിക്കുന്നു എന്ന റെക്കോർഡ് നരേന്ദ്രമോദിക്ക് സ്വന്തം. ഇതിനു മുൻപ് സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവിന് ഉണ്ടായിരുന്ന റെക്കോർഡാണ് ആര് ബ്രേക്ക് ചെയ്തിരുന്നത്? നരേന്ദ്രമോദി ബ്രേക്ക് ചെയ്യുന്നത് എന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. അപ്പൊ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി തുടർച്ചയായി ഇന്ത്യൻ പ്രധാനമന്ത്രി വഹിക്കുന്ന വ്യക്തി എന്ന റെക്കോർഡിന് അർഹനാവുന്നു നരേന്ദ്രമോദി. ലോക പരിസ്ഥിതി ദിനത്തിൽ 8 മണിക്കൂറുകൾ കൊണ്ട് സംസ്ഥാനത്തുടനീളം 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചപ്പോൾ അത് അസമാണ്. അപ്പൊ അസമിൽ ഇപ്പോൾ വെള്ളപ്പൊക്കമൊക്കെ ആയിട്ട് ഭയങ്കര വിഷയമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ലോക പരിസ്ഥിതി ദിനത്തിൽ 8 മണിക്കൂർ കൊണ്ട് സംസ്ഥാനത്തുടനീളം 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം അത് അസമാണെന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. ഇനി പരിസ്ഥിതി ദിനത്തെ പറ്റി പറയുമ്പോൾ 2026 പരിസ്ഥിതി ദിനത്തിന്റെ വേദി എവിടെയാണ്? 2026 പരിസ്ഥിതി ദിനത്തിന്റെ വേദി എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ എവിടെയാണോ? 2026 പരിസ്ഥിതി ദിനത്തിന്റെ വേദി എവിടെയെന്ന് ചോദിച്ചപ്പോൾ അത് ബാക്കു ആണ്. ബാക്കു, അസർബൈജാനിലെ ബാക്കു ആണ്. 2026 പരിസ്ഥിതി ദിനത്തിന്റെ വേദി അസർബൈജാനിലെ ബാക്കു ആണ്. 2025 പരിസ്ഥിതി ദിനത്തിന്റെ വേദി എന്ന് പറയുന്നത് ജെജു ആണ്. അത് ദക്ഷിണ കൊറിയയിലാണ്. അപ്പൊ ദക്ഷിണ കൊറിയയിലെ ജെജു ആണ്. 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ വേദി എന്നറിയപ്പെടുന്നത് ദക്ഷിണ കൊറിയയിലെ ജെജു ആണെന്ന കാര്യം അവിടെ ഓർത്തു വച്ചേക്കുക. അടുത്ത പോയിന്റ്, 2026 ജൂൺ മാസം അന്തരിച്ച പ്രശസ്ത നടനും ദേശീയ പുരസ്കാര ജേതാവുമായ വ്യക്തിയായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, സലീം കുമാറാണ്. അദ്ദേഹം മരണപ്പെടുന്ന 2026 ജൂൺ മാസം 6-ാം തീയതി മരണപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥയുണ്ട്. ആത്മകഥയുടെ പേര് ഈശ്വര വഴക്കില്ലല്ലോ അല്ലെ. അപ്പൊ സലീം കുമാറിന്റെ ആത്മകഥ അല്ലെങ്കിൽ ഓട്ടോബയോഗ്രഫി പേരാണ് ഈശ്വര വഴക്കില്ലല്ലോ. ആരുടെ ആത്മകഥയാണ്? സലീം കുമാറിന്റെ ആത്മകഥയുടെ പേരാണ് ഈശ്വര വഴക്കില്ലല്ലോ എന്നുള്ളത്. ഇനി മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരം അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട്. 2010 ആദാമിന്റെ മകൻ അബു എന്ന സിനിമയിലെ പെർഫോമൻസിന് അദ്ദേഹം മികച്ച നടനായി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ടെന്ന കാര്യം അവിടെ ഓർക്കുക. നിങ്ങളോട് ചോദിക്കാം, ഏത് സിനിമയിലെ പ്രകടനത്തിനാണ് സലീം കുമാർ മികച്ച നടനായി ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും നേടിയെടുത്തത് എന്ന് ചോദിച്ചപ്പോൾ അത് ആദാമിന്റെ മകൻ അബു എന്ന് പറയുന്ന സിനിമയിലെ പെർഫോമൻസിനാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹം സംസ്ഥാന തലത്തിൽ മികച്ച 2ാമത്തെ നടനായി തിരഞ്ഞെടുക്കപ്പെടുന്നു. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നു. അത് അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന സിനിമയിലെ പെർഫോമൻസിനാണ്. അപ്പോൾ മികച്ച 2ാമത്തെ നടനായി സംസ്ഥാന തലത്തിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നത് ഏതിനാണ്? അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന സിനിമയിലെ പെർഫോമൻസിന് മികച്ച 2ാമത് നടനായിട്ട് സലീം കുമാർ തിരഞ്ഞെടുക്കപ്പെടുന്നു. സലീം കുമാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനകത്തേക്ക് അദ്ദേഹം സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ ഓരോന്നായിട്ട് വരും. നമ്മുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ സലീം കുമാറിന്റെ ഒരു ഡയലോഗ് പറയാത്ത ഒരു നിമിഷം പോലും ഒരാൾ പോലും ഉണ്ടാവത്തില്ല. നോക്കണേ, ഒരാൾ ഭയങ്കരമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പറയും എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് നമ്മൾ പറയും, ശരിയല്ലേ? പിന്നെ നമ്മൾ പറയും എന്താ, കണ്ണൻ സ്രാങ്ക്. നമ്മുടെ മായാവി സിനിമയ്ക്കകത്തെ കണ്ണൻ സ്രാങ്കിനെ നമുക്ക് മറക്കാൻ പറ്റുമോ? കണ്ണൻ സ്രാങ്ക് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഓക്കെ എൻ്റെ പേര് രമേശ് സതീഷ് എന്നൊക്കെ പറയാം. നമ്മുടെ ഈ പറയുന്ന മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു ട്രോളാണ് രമേശ് സതീഷ് എന്നുള്ളത്. ഇനി അതിനകത്ത് പറയുന്ന ഒരു ഡയലോഗാണ്, എനിക്ക് ഭ്രാന്തായതാണോ അതോ ഇനി നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായതോ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. പിന്നെ മണവാളനെ നമുക്ക് മറക്കാൻ പറ്റുമോ? നമ്മുടെ ഏത് സിനിമയ്ക്കകത്തെ, പുലിവാൽക്കലാണ് സിനിമയ്ക്കകത്തെ മണവാളൻ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. ഇതെന്താണ് അബ്ദുള്ള, ഇതെന്താണ് ഷേഖ് അബ്ദുള്ള എന്ന് പറയുന്ന ഡയലോഗൊക്കെ നമുക്ക് എന്താ പറയുക, ഇപ്പോഴും നമ്മുടെ കൺമുന്നിൽ പുള്ളിക്കാരൻ ഈ സാധനം കാണുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഒരാളെ കണ്ടിട്ട് മനസ്സിലായെങ്കിൽ ഇത്ര പോപ്പുലറായി എന്നെ കണ്ടിട്ട് മനസ്സിലായ ജാടത്തിണ്ടി എന്നൊക്കെ ചോദിക്കുന്ന ഡയലോഗ്, അത് ഈ പറയുന്ന സിനിമയുടെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അതിനകത്തെ മൈ നെയിം ഈസ് മൈക്കിൾ എലിയാസ് ജാക്സൺ എലിയാസ് എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു പടം,
അതുപോലെ തന്നെ ഒത്തിരി സിനിമകൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ എന്താണ് ഇങ്ങനെ മിന്നു മറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ശരിയല്ലേ? സലീമേട്ടൻ്റെ. അപ്പോൾ ഇവിടെ സലീം കുമാർ 2026 ജൂൺ മാസം 6-ാം തീയതി മരണപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ഈശ്വര വഴക്കില്ലല്ലോ എന്നാണ്. മികച്ച നടനുള്ള ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും പുരസ്കാരം നേടുന്നു. ആദാമിന്റെ മകൻ അബു എന്ന് പറയുന്ന സിനിമയ്ക്ക് വർഷം 2010. മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടുന്നത് അച്ഛനുറങ്ങാത്ത വീട് എന്ന് പറയുന്ന സിനിമയ്ക്കാണെന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇനി അടുത്തത് ഒരു പദ്ധതിയെ കുറിച്ചാണ്. എൻ്റെ പേര് സേഹത് മിഷൻ. എന്താണ്? കൃഷി, പോഷക ആഹാരം, അതുപോലെ തന്നെ പൊതുജന ആരോഗ്യം എന്നിവ ശാസ്ത്രീയമായി സംയോജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 2026 കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി ആരംഭിക്കുന്നുണ്ട്. ആ പദ്ധതിക്ക് വിളിച്ച പേരാണ് സേഹത് മിഷൻ. അപ്പൊ എന്താണ് സേഹത് മിഷൻ എന്ന് പറയുന്നത്? കൃഷി, പോഷക ആഹാരം, പൊതുജന ആരോഗ്യം എന്നിവ ശാസ്ത്രീയമായി സംയോജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 2026 കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി ആരംഭിക്കുന്നുണ്ട്. ആ പദ്ധതിക്ക് വിളിച്ച പേരാണ് സേഹത് മിഷൻ എന്ന കാര്യം ഓർക്കുക. അങ്ങനെയെങ്കിൽ മികച്ച ഇ ഗവേണൻസിനുള്ള 2026 കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. നമ്മുടെ കേരള ഹൈക്കോടതിക്കാന്നേ. അപ്പോൾ ബെസ്റ്റ് ഇ ഗവേണൻസ്, മികച്ച ഇ ഗവേണൻസിനുള്ള 2026 കേന്ദ്ര സർക്കാർ പുരസ്കാരം ലഭിച്ചത് നമ്മുടെ കേരള ഹൈക്കോടതിക്കാണ്. കേരള ഹൈക്കോടതിക്കാണെന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. അത് പറയുമ്പോൾ കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആര് എന്നറിയണം. കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആര് എന്ന് ചോദിച്ചപ്പോൾ അത് ജസ്റ്റിസ് സൗമൻ സെൻ ആണ് കേട്ടോ. അപ്പൊ നിലവിൽ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആര് എന്ന് ചോദിച്ചപ്പോൾ അത് ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. കേരള ഹൈക്കോടതിയുടെ 40ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൗമൻ സെൻ. അദ്ദേഹത്തിന്റെ സ്വദേശം എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ അത് വെസ്റ്റ് ബംഗാൾ ആണ് അദ്ദേഹത്തിന്റെ സ്വദേശം എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി. നിലവിൽ കേരളത്തിന്റെ ഗവർണർ ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ ആണ്. രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ ആണ് നിലവിൽ കേരളത്തിന്റെ ഗവർണർ. അദ്ദേഹം കേരളത്തിന്റെ ചരിത്രത്തിലെ 23ാമത്തെ ഗവർണറാണ്. അദ്ദേഹത്തിന്റെ സ്വദേശം എവിടെയെന്ന് വെച്ചപ്പോൾ എവിടെയാണ്? അത് ഗോവയാണെന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്തു വെച്ചേക്കുക. അടുത്ത പോയിന്റ്, നമ്മുടെ ഫിഫ വേൾഡ് കപ്പ്. നമ്മൾ ഇവിടെ കൃത്യമായിട്ടൊരു 10 ദിവസം മുൻപ് കൃത്യമായിട്ട് വേൾഡ് കപ്പ് നടന്ന് 2 ദിവസത്തിനകം നമ്മൾ എന്ത് ചെയ്തു, ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ നിർബന്ധമായും ആ വീഡിയോ കാണുക. ഉറപ്പായിട്ടൊരു ചോദ്യം ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ ഫിഫ ലോകകപ്പ് 2026 എത്ര ടീമുകൾ പങ്കെടുത്തു? 48 ടീമുകൾ പങ്കെടുക്കുന്ന ഇത് ആദ്യമായിട്ടാണ് 48 ടീമുകൾ പങ്കെടുക്കുന്നത്. ഇനി അവിടെ ഇത്തവണത്തെ വേദി നമുക്കറിയാം. ഇത്തവണത്തെ വേദി 3 സ്ഥലങ്ങളിലായിട്ടാണ് വേദി. അമേരിക്ക, മെക്സിക്കോ, അതുപോലെ തന്നെ കാനഡ എന്നീ സ്ഥലങ്ങളിലായിട്ടാണ് ഇത്തവണത്തെ വേൾഡ് കപ്പ് നടന്നത്. നിങ്ങൾ അമേരിക്ക എന്ന് ഓർത്താൽ തന്നെ 3 വേദികളും കിട്ടും. അമേരിക്ക, അവിടെ നമുക്ക് മെക്സിക്കോ കിട്ടും, ഇവിടെ നമുക്ക് കാനഡയും കിട്ടും. അപ്പൊ വേദി അമേരിക്ക, മെക്സിക്കോ, കാനഡ 3 രാജ്യങ്ങൾ വേദിയാകുന്ന ആദ്യ ലോകകപ്പ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. എന്നാൽ നോക്കിയേ, ഇവിടെ മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യം ഇത് 3ാം തവണയാണ് ലോകകപ്പിന് വേദിയാവുന്നത്. അപ്പൊ 3 തവണ ലോകകപ്പിന് വേദിയായ ആദ്യ രാജ്യം ഏത്? അപ്പൊ 3 തവണ ലോകകപ്പിന് വേദിയായ ആദ്യ രാജ്യം ഏത് എന്ന് ചോദിച്ചപ്പോൾ അത് മെക്സിക്കോയാണ്. 3 വർഷം 1970, 86, 2026. 1970 ആദ്യം മെക്സിക്കോ വേദിയാവുന്നത്. പിന്നീട് 86 പിന്നെ 2026 മെക്സിക്കോ എന്താവുന്നുണ്ട്, വേദിയാവുന്നുണ്ട്. അപ്പൊ 3 തവണ ലോകകപ്പിന് വേദിയായ ആദ്യ രാജ്യം, 3 തവണ ലോകകപ്പിന് വേദിയായ ആദ്യ രാജ്യം ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് മെക്സിക്കോ ആണ്. വർഷം 1970, 1986 പിന്നെ 2026 എന്നീ വർഷങ്ങളിൽ മെക്സിക്കോ വേദിയാവുന്നുണ്ട്. ഇനി അമേരിക്ക 2 തവണ വേദിയായി. അമേരിക്ക 2 തവണ വേദിയാവുന്നുണ്ട്. എന്നാൽ കാനഡ ഇത് ഫസ്റ്റ് ടൈമാണ്. ഇത് ആദ്യമായിട്ടാണ് കാനഡ വേദിയാവുന്നത്. ഇനി ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക ആൽബത്തിന്റെ ഭാഗമായി മാറുന്ന ആദ്യ ഇന്ത്യക്കാരനെന്നോ അല്ലെങ്കിൽ ആദ്യ മലയാളി എന്നോ ചോദിച്ചപ്പോൾ അത് രജിത്ത് ദേവാണ്. അദ്ദേഹം ഒരു കൊറിയോഗ്രാഫി ചെയ്തു. ഈ ഫിഫ വേൾഡ് കപ്പിലെ ഒരു പോർഷൻ നമ്മുടെ നോറ ഫത്തേ എന്ന് പറയുന്ന താരത്തോടൊപ്പം ആ താരത്തിന്റെ ഒരു കൊറിയോഗ്രാഫി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിഫ ലോകകപ്പിന്റെ ഒഫീഷ്യൽ ആൽബം, ഔദ്യോഗിക ആൽബത്തിന്റെ ഭാഗമായി മാറുന്ന ആദ്യ ഇന്ത്യക്കാരനെന്നോ അല്ലെങ്കിൽ ആദ്യ മലയാളി എന്ന് വെച്ചപ്പോൾ അത് രജിത് ദേവാണ്. ഇനി ഫിഫ വേൾഡ് കപ്പിന്റെ ഔദ്യോഗിക ഗാനം ഒഫീഷ്യൽ സോങ്.
ഫിഫ വേൾഡ് കപ്പിന്റെ ഔദ്യോഗിക ഗാനം എന്ന് പറയുന്നത് ഡായ് ഡായ് ആണ്. ഡായ് ഡായ് ആണ്. അത് രചിച്ചത് ഷാക്കിറ ആൻഡ് ബർണാബോയ്. ഷാക്കിറയും അതുപോലെ തന്നെ ബർണാബോയും ചേർന്നാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത്, നിർമ്മിച്ചിട്ടുള്ളത് എന്ന കാര്യം ഓർക്കാം. ഇനി ഔദ്യോഗിക പന്തിന്റെ പേര് ട്രയോണ്ട എന്നാണ്. അഡിഡാസ് ട്രയോണ്ട. അഡിഡാസ് എന്ന സ്പോർട്ടിംഗ് ബ്രാൻഡാണ് ഇറക്കിയ അഡിഡാസ് ട്രയോണ്ടയാണ്. അഡിഡാസ് ട്രയോണ്ട അല്ലെ. അപ്പൊ ഒഫീഷ്യൽ മാച്ച് ബോൾ, ഔദ്യോഗിക പന്തിന്റെ പേര് ട്രയോണ്ട. അഡിഡാസ് ട്രയോണ്ട എന്ന കാര്യം അവിടെ ഓർത്തു വെച്ചേക്കുക. ഇനി ഈ ഫുട്ബോൾ ലോകകപ്പിൽ ഇന്ത്യ പങ്കെടുത്തില്ലെങ്കിലും ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു മലയാളി ഫുട്ബോൾ ലോകകപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള വേറൊരു രാജ്യത്തിന് വേണ്ടിയിട്ടാണ്, ഖത്തറിന് വേണ്ടിയിട്ടാണ്. ഖത്തർ ടീമിന് വേണ്ടി ബൂട്ടണിയുന്നു തലശ്ശേരിക്കാരനായിട്ടുള്ള തഹസിൻ മുഹമ്മദ് എന്നാണ് പേര്. ഫുട്ബോൾ ലോകകപ്പിലുള്ള ടീമിൽ ഇടം നേടുന്ന ആദ്യ മലയാളി ആര് എന്നാണ് ചോദ്യം. അപ്പോൾ ഫുട്ബോൾ ലോകകപ്പിലുള്ള ടീമിൽ ഇടം നേടുന്ന ആദ്യ മലയാളി തഹസിൻ മുഹമ്മദ്. ചരിത്രത്തിലേക്കാണ് ആ ഒരു പോസ്റ്റിംഗ് ഓർത്ത് വെച്ചേക്കുക. തഹസിൻ മുഹമ്മദ് ആണ് ഫുട്ബോൾ ലോകകപ്പ് പങ്കെടുത്ത ആദ്യ മലയാളി. തഹസിൻ മുഹമ്മദ്. ഏത് ടീമിന് വേണ്ടി? ഖത്തർ ദേശീയ ടീമിന് വേണ്ടി. അടുത്ത പോയിന്റ് കുറെ റെക്കോർഡുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. ലോകകപ്പിൽ തുടർച്ചയായി 7 മത്സരങ്ങൾ ഗോൾ നേടുന്ന ആദ്യ താരം. ശ്രദ്ധിക്കുക, 6 മത്സരം കറഞ്ഞ് 7ാമത്തെ മത്സരമായപ്പോഴേക്കും ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ മെസ്സി മൊത്തം 9 മത്സരത്തിൽ തുടർച്ചയായിട്ട് എന്തടിച്ചു? ഗോൾ അടിച്ചു. മെസ്സി നിലവിൽ തുടർച്ചയായി 9 മത്സരങ്ങളിൽ എന്തടിക്കുന്നുണ്ട്? ഗോൾ അടിക്കുന്നുണ്ട്. അപ്പൊ ലോകകപ്പിൽ മാത്രം എടുക്കുകയാണെങ്കിൽ ലോകകപ്പിൽ തുടർച്ചയായി 7 മത്സരങ്ങളിൽ ഗോൾ നേടുന്ന ആദ്യ താരമായി മാറുന്നു സാക്ഷാൽ ലയണൽ മെസ്സി. ഇനി ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരവും ലയണൽ മെസ്സിയാണ്. 34 മത്സരങ്ങൾ. ഇതോടുകൂടി മെസ്സി വിരമിക്കുകയാണ് ഈ ലോകകപ്പിൽ നിന്ന്. അപ്പൊ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്ന റെക്കോർഡിന് അർഹനായതും ലയണൽ മെസ്സിയാണ്. 34 മത്സരങ്ങൾ. ലോകകപ്പിൽ തുടർച്ചയായി 7 എന്നുള്ളത് ബ്രേക്ക് ചെയ്യപ്പെട്ടു. ഇപ്പോൾ 9 ആണ്. 9 മത്സരങ്ങൾ ഗോൾ നേടുന്ന ലോകത്തിലെ തന്നെ ആദ്യ ഫുട്ബോൾ താരമായി മാറുന്നു നമ്മുടെ സാക്ഷാൽ ലയണൽ മെസ്സി. ഇനി അങ്ങനെയെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ നേടിയ റെക്കോർഡുണ്ട്. അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോ 6 ലോകകപ്പ് കളിച്ചു, 6 വേൾഡ് കപ്പ് റൊണാൾഡോ കളിച്ചു. 6 വേൾഡ് കപ്പിലും പുള്ളിക്കാരൻ എന്തടിച്ചു? ഗോൾ അടിച്ചു. അപ്പൊ 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം അല്ലെ. അപ്പൊ 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരമായി മാറുന്നു ആര്? നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ. സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ 6 ലോകകപ്പുകളിൽ ഗോൾ നേടിയ താരമായി മാറുന്നു. 6 വ്യത്യസ്ത ലോകകപ്പുകളിൽ ഗോൾ നേടിയ ആദ്യ താരമായി മാറുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇനി ഫിഫ വേൾഡ് കപ്പിനോടനുബന്ധിച്ചുകൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പും ലഹരി വിരുദ്ധ മിഷനും ചേർന്ന് നടപ്പിലാക്കുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ട്. ആ ക്യാമ്പയിന്റെ പേരാണ് 1 മില്യൺ തൂഫാൻ ഗോൾസ്. എന്താണ് 1 മില്യൺ തൂഫാൻ ഗോൾസ്? അപ്പൊ ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ചുകൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും ലഹരി വിരുദ്ധ മിഷനും ചേർന്ന് നടപ്പിലാക്കുന്ന ക്യാമ്പയിനാണ് 1 മില്യൺ തൂഫാൻ ഗോൾസ്. ഇത് പറയുമ്പോൾ ഓപ്പറേഷൻ തൂഫാൻ നമുക്കറിയാം, ലഹരിക്കെതിരെ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ തൂഫാൻ. ഓർക്കു വെച്ചേക്കുക, ഓപ്പറേഷൻ തൂഫാൻ കഴിഞ്ഞ 10th പ്രിലിംസിന്റെ 4 ഘട്ടത്തിലും ചോദിച്ച ക്വസ്റ്റ്യൻ. ഓപ്പറേഷൻ തൂഫാൻ ലഹരിക്കെതിരെ നടത്തുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ തൂഫാൻ. ഇനി ഓപ്പറേഷൻ സീറോ എന്നോ പ്രോജക്റ്റ് സീറോ എന്നോ പറയാം. ഓപ്പറേഷൻ സീറോ അല്ലെങ്കിൽ പ്രോജക്റ്റ് സീറോ എന്ന് പറയുന്നത് അഴിമതി തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സീറോ എന്നോ അല്ലെങ്കിൽ പ്രോജക്റ്റ് സീറോ എന്ന് നമുക്ക് അതിനെ വിളിക്കാം. ഓക്കെയാണ്. ഇനി അത് പറയുമ്പോൾ നിലവിൽ കേരളത്തിലെ എക്സൈസ് വകുപ്പ് മന്ത്രി ആയിരുന്നു? എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു ആണ്. കേരളത്തിലെ എക്സൈസും മാത്രമല്ല സഹകരണം, എക്സൈസ് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു എം ലിജു. അടുത്തിലോട്ട് പോവാം. 5 വ്യത്യസ്ത ഫിഫ ലോകകപ്പുകളിൽ കളിക്കുന്ന ആദ്യ ഏഷ്യൻ താരം എന്ന നേട്ടം കൈവരിച്ചത് ആര് എന്നാണ് ചോദ്യം. അത് ജപ്പാന്റെ താരമാണ്. യൂട്ടോ നഗാട്ടോമോ എന്നാണ് പേര്. അപ്പൊ 5 വ്യത്യസ്ത ഫിഫ ലോകകപ്പുകളിൽ അല്ലെ, 5 വ്യത്യസ്ത ഫിഫ ലോകകപ്പുകൾ കളിക്കുന്ന ആദ്യ ഏഷ്യൻ താരം എന്ന നേട്ടത്തിന് അർഹനാവുന്നു യൂട്ടോ നഗാട്ടോമോ. ജപ്പാന്റെ താരമാണ് ഈ പറയുന്ന യൂട്ടോ നഗാട്ടോമോ എന്ന് പറയുന്ന പുള്ളിക്കാരൻ. 2010 ആദ്യമായിട്ട് വേൾഡ് കപ്പ് കളിക്കുന്നത്. പിന്നെ 2014-ലും 2018-ലും
2022 ഇപ്പോഴത്തെ 2026 വേൾഡ് കപ്പിൽ കളിച്ചു. അപ്പൊ 5 വ്യത്യസ്ത ഫിഫ ലോകകപ്പ് കളിക്കുന്ന ആദ്യ ഏഷ്യൻ താരം എന്ന നേട്ടം കൈവരിക്കുന്നു യൂട്ടോ നഗാട്ടോമോ, ജപ്പാന്റെ താരം. ഇനി നമ്മുടെ ഫിഫയുടെ ഒരു വിലക്ക് നേരിടുന്നു. 2026 ജൂൺ മാസം ചട്ടലംഘനങ്ങളുടെ പേരിൽ ഫിഫയുടെ അനിശ്ചിതകാല വിലക്ക് ലഭിച്ച സംഘടന ഏത് എന്നാണ് ചോദ്യം. നേപ്പാളിന്റെ ഫുട്ബോൾ അസോസിയേഷനാണ്. അപ്പൊ നേപ്പാളിന്റെ ഓൾ നേപ്പാൾ ഫുട്ബോൾ അസോസിയേഷൻ ആണ് ഈ പറയുന്ന ചട്ടലംഘനങ്ങളുടെ പേരിൽ ഫിഫയുടെ അനിശ്ചിതകാലത്തേക്കുള്ള വിലക്ക് ലഭിക്കുന്നത്. അത് പറയുമ്പോൾ നിലവിൽ നമുക്കറിയണം ഫിഫയുടെ നിലവിലെ പ്രസിഡന്റ് ആര്, ഫിഫയുടെ നിലവിലത്തെ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചപ്പോൾ അത് ജിയാനി ഇൻഫാന്റിനോ എന്നാണ് നിലവിൽ ഫിഫയുടെ പ്രസിഡന്റ് പേര്. നിലവിൽ ഫിഫയുടെ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് ജിയാനി ഇൻഫാന്റിനോയാണ്. അടുത്ത പോയിന്റ്, ടൈം മാഗസിൻ. നമുക്കറിയാം ലോകോത്തര വിശ്വോത്തര മാസികയാണ് ടൈം മാഗസിൻ. ആ ടൈം മാഗസിൻ പുറത്തിറക്കിയ 2026 ലോക കായിക രംഗത്തെ ഏറ്റവും സ്വാധീനമുള്ള അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തിയ 100 വ്യക്തികളുടെ പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ അത് ഇടൽ നേടിയ ഒരേ ഒരു ഇന്ത്യൻ കായിക താരമുള്ളത് മറ്റാരുമല്ല, ദ ക്യൂൻ ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ റാണി എന്നറിയപ്പെടുന്ന നമ്മുടെ സ്മൃതി മന്ദാനയാണ്. അപ്പൊ ടൈം മാഗസിൻ പുറത്തിറക്കിയ 2026 ലോക കായിക രംഗത്തെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ 100 വ്യക്തികളുടെ പട്ടിക എടുക്കുകയാണെങ്കിൽ അതിൽ ഉൾപ്പെട്ട ഒരേ ഒരു ഇന്ത്യൻ കായിക താരമുള്ളത് സ്മൃതി മന്ദാനയാണെന്ന കാര്യം ഓർക്കുക. 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരം. ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടിയ ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരമായി മാറുന്നു സ്മൃതി മന്ദാന. ഓർത്തു വെക്കണേ. ഇനി അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അല്ലെ, അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രഥമ പുരസ്കാരം. ആദ്യമായിട്ടാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ആര് കൊടുക്കുന്നത്? അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ കൊടുക്കുന്നത്. അങ്ങനെ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയ ആ ഒരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയത് 2 പേരാണ്. ആ 2 പേരും മലയാളികളാണ്. ഒന്ന് PT ഉഷയും മറ്റൊന്ന് അഞ്ജു ബോബി ജോർജും. അപ്പൊ PT ഉഷയും അതുപോലെ തന്നെ അഞ്ജു ബോബി ജോർജുമാണ് 2 പേര്. അപ്പോൾ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രഥമ പുരസ്കാരത്തിന് അർഹരായത് 2 പേരാണ്. ഒന്ന് PT ഉഷയും പിന്നൊന്ന് അഞ്ജു ബോബി ജോർജുമാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും നമുക്ക് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ മറ്റൊരു അവാർഡിലേക്ക് വരാം. ഇതേ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ 2025 മികച്ച വനിതാ അത്ലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്, മികച്ച പുരുഷ അത്ലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് എന്നാണ് ചോദ്യം. പാറുൽ ചൗധരി. ദീർഘദൂര ഓട്ടമാണ് മേഖല. അപ്പൊ ദീർഘദൂര ഓട്ടം മേഖലയായിട്ടുള്ള പാറുൽ ചൗധരിയാണ് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ 2025 മികച്ച വനിതാ അത്ലറ്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഇതേ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ 2025 മികച്ച പുരുഷ അത്ലറ്റ് നമുക്കറിയാം ജാവലിൻ ത്രോ താരമായിട്ടുള്ള നീരജ് ചോപ്ര. ജാവലിൻ ത്രോ താരമായിട്ടുള്ള നീരജ് ചോപ്രയാണ് ഇതേ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ 2025 മികച്ച പുരുഷ അത്ലറ്റായി തിരഞ്ഞെടുക്കപ്പെടുന്നു. നീരജ് ചോപ്ര ജാവലിൻ ത്രോ താരമാണെന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വച്ചേക്കുക. ഇനി അത് പറയുമ്പോൾ GV രാജ പുരസ്കാരം കൂടെ നമുക്കറിയാം. GV രാജ അവാർഡ് കൂടെ ഞാൻ കണക്ട് ചെയ്ത് പറയാണ്. GV രാജ അവാർഡ് കേരളത്തിലെ പരമോന്നതമായ കായിക ബഹുമതി. GV രാജ അവാർഡ് 2025 അങ്ങനെ കേരളത്തിലെ പരമോന്നതമായ കായിക ബഹുമതിയാണ് GV രാജ പുരസ്കാരം. ആ GV രാജ പുരസ്കാരം 2025 മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് മുഹമ്മദ് അഫ്സലാണ്. വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് PK ഐശ്വര്യയാണ്. വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് PK ഐശ്വര്യയാണ്. അപ്പൊ പുരുഷ താരം മുഹമ്മദ് അഫ്സലും വനിതാ താരം PK ഐശ്വര്യമാണ്. 2 അത്ലറ്റിക്സ് താരങ്ങളാണ്, ഓർത്തു വെച്ചേക്കുക. അടുത്ത പോയിന്റ്, നാഷണൽ റഗ്ബി ടീം, ദേശീയ റഗ്ബി ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ താരമായി മാറുന്നു ആതിര KP. ഓർത്തു വെച്ചേക്കണേ. അപ്പൊ നാഷണൽ റഗ്ബി ടീം അല്ലെ, ദേശീയ റഗ്ബി ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ താരമാര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് ആതിര KP ആണ് കേട്ടോ. അപ്പൊ നാഷണൽ റഗ്ബി ടീം അല്ലെ, അപ്പൊ ദേശീയ റഗ്ബി ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട
കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ താരമായി മാറുന്നു ആതിര KP. അങ്ങനെയെങ്കിൽ ICCയുടെ വനിതാ 2020 ലോകകപ്പിന്റെ 10ാമത്തെ എഡിഷനാണ് ഇപ്പം നടന്നത്. അതിന്റെ വേദിയായ രാജ്യം ഇംഗ്ലണ്ടാണ്. അവിടെ കിരീടം നേടിയത് ആരെന്ന് വെച്ചപ്പോൾ നമ്മൾ ഓസ്ട്രേലിയയാണ് കിരീടം നേടിയത്. അവിടെ റണ്ണറപ്പായി മാറുന്നത് ഇംഗ്ലണ്ടാണ്. ഫൈനലിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഓസ്ട്രേലിയ കിരീടം നേടുന്നു. അപ്പോൾ 2026 ICCയുടെ വിമൺസ് വേൾഡ് കപ്പ് ഇക്കഴിഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളാണ് നടന്നത്. ആ വേൾഡ് കപ്പിൽ 10ാമത്തെ എഡിഷനാണ്. അതിൽ കിരീടം നേടിയത് ഓസ്ട്രേലിയയാണ്. വേദി ഇംഗ്ലണ്ടായിരുന്നു. ഇംഗ്ലണ്ടിന്റെ മടയിൽ പോയി ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുന്നു ഓസ്ട്രേലിയ എന്ന കാര്യം ഓർക്കുക. ഇനി സാഫ് കപ്പ് വിമൺസ് 2026 ഫുട്ബോൾ ജേതാവ് ആരെന്നാണ് ചോദ്യം. ഈ സാഫിന്റെ ഫുൾ ഫോം എന്ന് ആദ്യം പഠിക്കണം. സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ. അപ്പൊ സാഫിന്റെ ഫുൾ ഫോം എന്ന് ചോദിച്ചപ്പോൾ എന്താണ്? സൗത്ത് ഏഷ്യൻ, ദക്ഷിണ ഏഷ്യൻ അല്ലെ, സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ. അപ്പൊ സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ എന്നാണ് സാഫിന്റെ ഫുൾ ഫോം. ആ സാഫ് കപ്പിൽ 2026 വനിതകളുടെ സാഫ് കപ്പിൽ ഫുട്ബോൾ ചാമ്പ്യന്മാരായി മാറിയത് ഇന്ത്യയാണ്. ആരെ നമ്മൾ തോപ്പിച്ചു? ബംഗ്ലാദേശിനാണ് നമ്മൾ ഫൈനലിൽ തോപ്പിച്ചത്. അപ്പോൾ 2026 സാഫ് കപ്പ് വനിതാ ഫുട്ബോളില് ജേതാവായി മാറുന്നത് ഇന്ത്യ, റണ്ണറപ്പ് ബംഗ്ലാദേശ്. ഇനി 2026 ജൂൺ മാസം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്നും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും രണ്ട് ക്രിക്കറ്റ് താരങ്ങൾ വിരമിക്കുന്നുണ്ട്. ഒന്ന് ന്യൂസിലാൻഡിന്റെ മുൻ ക്യാപ്റ്റനൊക്കെ ആയിരുന്ന കെയ്ൻ വില്യംസണും, അതുപോലെ തന്നെ ഇംഗ്ലണ്ടിന്റെ ഒരു താരമുണ്ട്, പേര് ബെൻ സ്റ്റോക്സ്. രണ്ടും ഇതിഹാസ താരങ്ങളാണ്. കെയ്ൻ വില്യംസൺ, നമ്മൾ വില്യച്ചായൻ എന്നൊക്കെ നമ്മൾ സാധാരണ മലയാളികൾ വിളിക്കാറുണ്ട് പുള്ളിക്കാരനെ. അത്ര ഇഷ്ടമാണ് പുള്ളിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ, ഭയങ്കര രസമാണ്. അപ്പൊ കെയ്ൻ വില്യംസൺ പുള്ളിക്കാരൻ ന്യൂസിലാൻഡിന്റെ താരവും ഇംഗ്ലണ്ടിന്റെ താരമാണ് ബെൻ സ്റ്റോക്സ്. ഇംഗ്ലണ്ടിന്റെ താരമാണ് ബെൻ സ്റ്റോക്സ് എന്ന കാര്യം അവിടെ ഓർക്കുക വച്ചേക്കാം. ഇതിനടുത്ത പോയിന്റ് വരുന്നു. എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പ് ദൗത്യം പൂർത്തിയാക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സഞ്ചാരി ആര് എന്നാണ് ചോദ്യം. അത് നിലൻ A. ശ്രീജിത്ത് ആണ്. അപ്പൊ എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പ് ദൗത്യം പൂർത്തിയാക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സഞ്ചാരിയായി മാറുന്നു ആര്? നിലൻ A. ശ്രീജിത്ത് ആണ്. അപ്പോൾ എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പ് ദൗത്യം പൂർത്തിയാക്കുന്ന കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ സഞ്ചാരിയായി മാറുന്നു നിലൻ A. ശ്രീജിത്ത്. അങ്ങനെയെങ്കിൽ നമ്മുടെ 2004 നമ്മുടെ അഞ്ജു ബോബി ജോർജ് എന്ന് പറയപ്പെടുന്ന ഇന്ത്യയുടെ ലോങ് ജമ്പ് താരം കുറിച്ച ഒരു നാഷണൽ റെക്കോർഡ് ഉണ്ട്. ആ നാഷണൽ റെക്കോർഡ് ഈ കഴിഞ്ഞ ജൂൺ മാസം ഒരാൾ ബ്രേക്ക് ചെയ്യുന്നു. ആരാണ് അയാൾ? നോക്കണേ, ആൻസി സോജൻ എന്നാണ് പേര്. അപ്പൊ വനിതകളുടെ ലോങ് ജമ്പിൽ 6.88 മീറ്റർ ദൂരം ചാടി നാഷണൽ റെക്കോർഡ് സൃഷ്ടിച്ച മലയാളി താരമാര് എന്ന് ചോദിച്ചപ്പോൾ അത് ആൻസി സോജൻ ആണ്. അപ്പൊ വനിതകളുടെ ലോങ് ജമ്പിൽ 6.88 മീറ്റർ ദൂരം ചാടിക്കൊണ്ട് നാഷണൽ റെക്കോർഡ് സൃഷ്ടിച്ച മലയാളി താരം ആൻസി സോജൻ. അഞ്ജു ബോബി ജോർജിന്റെ റെക്കോർഡ് മറ്റൊരു മലയാളി തന്നെയാണ് ബ്രേക്ക് ചെയ്യുന്നത്. 22 വർഷം നീണ്ടുന്ന റെക്കോർഡാണ് ബ്രേക്ക് ചെയ്യപ്പെടുന്നത്. നാഷണൽ റെക്കോർഡ് ബ്രോക്കൺ, ആൻസി സോജൻ. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേരെയും കാണാം. ഇത് ആൻസി സോജൻ, ഇത് നമ്മുടെ അഞ്ജു ബോബി ജോർജ്. 6.83 മീറ്റർ ചാടി. നമ്മുടെ ആൻസി സോജൻ 6.88 മീറ്റർ ദൂരം ചാടി ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നു. 22 വർഷം നീണ്ട ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യപ്പെടുകയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും കൃത്യവും വ്യക്തവുമായിട്ട് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഇത് ഫസ്റ്റ് പാർട്ടാണ്. രണ്ടാമത്തെ പാർട്ട് ഉടനെ വരും. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഷെയർ ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷൻ്റെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.